തന്റെ കടം തീർക്കാൻ ശരവണ ഓഫീസിൽ വെച്ചൊരു കാര്യം ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നവൻ അവിടുത്തെ പ്രിന്റർ കേടാക്കി കറണ്ട് ബില്ല് അടക്കാൻ വരുന്നവരുടെ പണം കൈപ്പറ്റി ബില്ല് നൽകാതെ അവരെ തിരിച്ചയക്കാൻ തുടങ്ങി. കിട്ടിയ പണം മുഴുവൻ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടെ ഇരട്ടിപ്പിച്ച് അന്ന് കറണ്ട് ബില്ല് അടക്കാൻ വന്നവരുടെ ബില്ലൊക്കെ ഡ്യൂ ഡേറ്റ് തീരും മുന്നേ അടച്ച് ബാക്കിയുള്ള പണം അവൻ കൈവശം വെച്ചു. അങ്ങനെ ഇതേ പ്രോസസ് അവൻ ദിവസങ്ങളോളം നടത്തുകയും അതിൽ നിന്നും കിട്ടിയ പ്രോഫിറ്റ് വെച്ച് വലിയൊരു കാറും സ്നേഹിച്ച പെണ്ണിനെയും അവൻ സ്വന്തമാക്കി. പിന്നീട് കൂടുതൽ പണം ലഭിക്കാൻ അവനൊരു ഫിനാൻസ് തുടങ്ങിയതും നിരവധി പേർ ലക്ഷക്കണക്കിന് രൂപ അവിടെ നിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 10 കോടി നൽകിയാൽ 2 ദിവസം കൊണ്ട് 15 കോടി ലഭിക്കുന്ന ഒരു ഡീല് വന്നിട്ടുണ്ടെന്ന് അവന്റെ ഫ്രണ്ട് അവനോട് പറഞ്ഞതും താൻ ഇതുവരെ സമ്പാദിച്ചതും ഫിനാൻസിലെ നിക്ഷേപങ്ങളും ഒക്കെ എടുത്ത് 10 കോടി രൂപ അവൻ ആ ഫ്രണ്ടിനെ ഏൽപ്പിച്ചു. എന്നാൽ പിറ്റേ ദിവസം ആ ഫ്രണ്ട് മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടതും അവനാകെ തകർന്നുപോയി. താൻ ഇതുവരെ സമ്പാദിച്ച പണം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടതോടെ അവന് പിന്നീട് അവിടെ നിൽക്കക്കള്ളിയില്ലാതായി. ഡ്യൂ ഡേറ്റ് തീരും മുന്നേ നിരവധി പേരുടെ കറണ്ട് ബില്ല് അടക്കാൻ സാധിക്കാഞ്ഞതും ആ നഗരത്തിൽ മുഴുവൻ പവർ കട്ട് ഉണ്ടാവുകയും അതിൽ ക്ഷുഭിതരായ ജനങ്ങൾ നേരെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് എത്താൻ തുടങ്ങിയതും ഓഫീസിലും ഫിനാൻസിലുമായി ശരവണ നടത്തിയ തട്ടിപ്പുകൾ മുഴുവൻ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങി. അതോടെ അവന്റെ ജോലി ധരിക്കുകയും സ്നേഹിച്ച പെണ്ണ് അവനെ ഉപേക്ഷിക്കുകയും പോലീസ് അവന്റെ പിറകെയുമായി. ഇതിനിടെ മറ്റൊരു സ്ഥലത്ത് തട്ടിപ്പ് നടത്തി സമ്പാദിച്ച ലക്ഷക്കണക്കിന് രൂപ ശരവണയുടെ ഫിനാൻസിൽ നിക്ഷേപിച്ച ഒരമ്മയും മകനും ഗർഭിണിയായ മിത്ര എന്നൊരു സ്ത്രീയും ശരവണ മുങ്ങിയതോടെ ഏറെ പൊല്ലാപ്പിലായി. പിന്നീട് അവർ 4 പേരെയും പോലീസ് കൈയോടെ പിടികൂടി ചോദ്യം ചെയ്തെങ്കിലും ഒരു ദിവസം രാത്രിയിൽ അവരവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് ദൂരദേശത്തേക്ക് പോയി ഒരു ഹോട്ടൽ തുടങ്ങി അവർ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞതും ഗർഭിണിയായ മിത്ര പ്രസവിക്കുകയും ജീവ എന്നൊരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. അവൻ വളർന്നു വലുതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയതും ഒരു ദിവസം സ്കൂളിൽ നിന്ന് അവനെ ആരോ തട്ടിക്കൊണ്ടുപോയി. സ്കൂളിൽ പോയവർ അന്വേഷണം നടത്തിയതും അവനെ തട്ടിക്കൊണ്ടുപോയത് വർഷങ്ങൾക്ക് മുമ്പ് തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ അവരെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന ഇപ്പോൾ റിട്ടയർ ആയ ഒരു SI ആണെന്ന് അവർ കണ്ടെത്തി. അവരയാളെ അന്വേഷിച്ച് അയാളുടെ അടുത്തെത്തിയതും തനിക്ക് 10 കോടി രൂപ നൽകി തന്നെ പണക്കാരനാക്കിയാൽ ചെറുക്കനെ വിട്ടുതരാമെന്ന് അയാൾ അവരുടെ മുന്നിൽ ഓഫർ വെച്ചു. അങ്ങനെ വേറൊരു വഴിയുമില്ലാതെ ആ 10 കോടിക്ക് വേണ്ടി വീണ്ടും കുറച്ച് ഉടായ്പകൾ നടത്തി അടഞ്ഞുകിടന്നൊരു ടോൾ പാസ് അവർ ഓപ്പൺ ആക്കുകയും പണ്ടത്തെ പോലെ പണം വാങ്ങി ബില്ല് നൽകാതെ 10 കോടി അവർ സമ്പാദിക്കുകയും ചെയ്തു. അതാ SIക്ക് നൽകി കുട്ടിയെ വിട്ടുതരണമെന്ന് പറഞ്ഞതും ആ പണം കൈപ്പറ്റിയ SI കാലുമാറി അവരെ കൊല്ലാൻ തുനിഞ്ഞു. എന്നാൽ വ്യക്തമായ പ്ലാനിങ്ങോടെ അവർ ആ SIയെ പൂട്ടുകയും അവർ നടത്തിയ മുഴുവൻ സ്കാമുകളും അയാളുടെ തലയിലിട്ട് ജീവയെയും രക്ഷിച്ച് അവരവിടെ നിന്നും കടന്നു കളഞ്ഞു.